കേരളത്തിന്റെ ജനവിധി അറിയാൻ കേവലം 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനം വന്ന എക്സിറ്റ് പോളും സാധ്യത കൽപ്പിച്ചതോടെ UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. എന്നാൽ തുടർഭരണം എന്ന പ്രതീക്ഷ ഇടതുപക്ഷവും കൈവിടുന്നില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇടതിന്റെ കണക്കുകൂട്ടൽ. BJPയും NDAയും ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തുമെന്ന പ്രവചനം NDA ക്യാമ്പിനെയും വലിയ ആവേശത്തിലാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഈ അവസാന ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന എക്സിറ്റ് പോളുകളിലൊക്കെ പറയുന്നത് വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലൊക്കെയാണ്. എങ്ങനെയാണ് ഈ അവസാന, പിന്നെ ഇപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് 4-ന് ഫലം അറിയാൻ കഴിയും. ഇപ്പോൾ ഈ അവസാന വട്ടത്തിലും എങ്ങനെയൊക്കെയാണ് ഈ മുന്നണികളുടെയൊക്കെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും ഒക്കെ? മായ, ഈ കഴിഞ്ഞ വോട്ടെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം ഒരു മുന്നണികളുടെയൊക്കെ ഒരു പ്രതീക്ഷ, അതിനുശേഷം ഈ എക്സിറ്റ് പോൾ ഫലം കൂടി വന്നപ്പോൾ കേരള രാഷ്ട്രീയം കൂടുതൽ സജീവമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ എക്സിറ്റ് പോളുകൾ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ഓരോ മുന്നണികളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ മുഴുവനായും ഈ 3 മുന്നണികളും ഈ എക്സിറ്റ് പോളിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എന്നുള്ളതും ഈ വിഷയത്തിൽ എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേകത കൂടിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് UDF ക്യാമ്പ് ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്നൊരു കാര്യം, ഈ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളിൽ വന്നിരിക്കുന്ന കണക്കുകൾ അത് മതിയാകാതെ വരും. അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ആ നിലയ്ക്കാണ് UDF ഈ എക്സിറ്റ് പോളുകളെ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് അവർ അതിനെ കൂട്ടിയും പിഴിച്ചും പരിശോധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായ രീതിയിൽ ഏകീകരിക്കപ്പെടുകയും അത് UDFന് അനുകൂലമായി തന്നെ പോൾ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എക്സിറ്റ് പോളുകളിൽ അല്ലെങ്കിൽ അവരുടെ ആ സർവേകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കണ്ടെത്തലുകൾ കൂടിയുണ്ട്. അതും തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരാൻ തങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. ഒപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതാണ് പല സർവേകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. 85 അല്ലെങ്കിൽ 80-ൽ താഴെ സീറ്റുകൾക്കാണ് UDF അധികാരത്തിൽ വരുമെന്നുള്ള പ്രവചനങ്ങൾ ഉണ്ടാകുന്നത്. അത് ശരിക്കും പല സ്ഥലങ്ങളിലും 10-20 സ്ഥലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെയും അവിടങ്ങളിലൊക്കെയും ഏതെങ്കിലും തരത്തിലൊരു 15 സീറ്റ് കൂടി മറിഞ്ഞു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഭരണ തുടർച്ച തന്നെ ഉണ്ടാകും. ആ നിലയ്ക്ക് ഒരു പ്രതീക്ഷ തന്നെയാണ് LDF കണക്ക് കൂട്ടുന്നത്. ഒപ്പം തന്നെ NDA ക്യാമ്പും ഈ എക്സിറ്റ് പോൾ വന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ളൊരു ആവേശത്തിൽ തന്നെയാണ് ഉള്ളത് എന്നതും എടുത്തു പറയണം. കാരണം 1 മുതൽ 14 വരെ സീറ്റുകൾ വരെ പ്രഖ്യാപിക്കുന്ന NDAക്ക് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ള എക്സിറ്റ് പോളുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം ഇന്നലെ വന്ന ചാണക്യയുടെ ആ ഒരു എക്സിറ്റ് പോളിൽ അതൊരു തൂക്ക് സഭയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുമ്പോൾ NDAക്കും BJPക്കും അത് വലിയ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ നിലയ്ക്ക് ഒരു വിലയിരുത്തൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇത്തവണ വോട്ട് ഷെയറിലും ഈ ഒപ്പം തന്നെ സീറ്റുകളുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുകയും ഒരിക്കൽ പൂട്ടിപ്പോയ തങ്ങളുടെ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുമാണ് NDA ക്യാമ്പും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും കണക്കുകൂട്ടലുകൾ തുടരട്ടെ, പ്രതീക്ഷകളൊക്കെ തുടരട്ടെ. ഇനി 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണ്, കേരളത്തിലെ ജനത ആർക്കൊപ്പം നിന്നു എന്നുള്ളത്. എബിയാണ് വിവരങ്ങൾ നൽകിയത്.